മോഹൻലാൽ എന്ന നായക നടന്റെ മകനായി സിനിമയിൽ നിന്ന് വന്ന് നെപ്പോട്ടിസം എന്ന പേരൊക്കെ അനാവശ്യമായി വാങ്ങി. ഞാൻ ആരാ ഏട്ടാ ഇത്രയും വലിയൊരാളുടെ മോൻ? അതങ്ങോട്ട് വിട്ടുകൊടുത്തേക്കല്ല ജോൺസൺ, പുള്ളിക്കാരന് ഇവ കാര്യങ്ങളൊക്കെ നല്ല ശീല. ഇന്ന് DSCയുടെ ട്രെയിലറൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ മലയാളികൾ ഞെട്ടിത്തെരിച്ച് അന്താളിച്ച് നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നീ കാര്യമായിട്ട് തന്നെയാണോ ഈ പറയണേന്ന്? അതെ വല്യേട്ട. പാർത്ഥൻ വിജയൻ വിശ്വതനാം പിന്നെ കിരീടം. ആരടാ അത്? ഇതിനകത്ത് വിളിച്ചോ ഇല്ലേ? ഓ സോറി. ക്രൂരമായ കാലത്തിന്റെ അത്ഭുതനാദം എനിക്കങ്ങോട്ട് ക്ലിയർ ആയില്ല. എന്തേ മനസ്സിലായില്ലേ? ഇനി മനസ്സിലായില്ലേ? ഒന്നുകൂടെ കേട്ടോളൂ. ഓരോ ഷോ കൂടി പേങ്കേറി മുറിച്ച് വിടുന്നില്ല. ഇവരുടെ കോവിഡ് കാലത്ത് ഒരു 1.5 കൊല്ലം എല്ലാവരും ക്വാറന്റൈൻ ചെയ്തു. അപ്പൊ ഞാൻ ഒരു 10 കൊല്ലം ക്വാറന്റൈനിൽ ഇരുന്നിട്ട് കുറെ ഹൊറർ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ മെല്ലെ ഓരോന്നോരോന്ന് പുറത്തേക്ക് എടുക്കാൻ നമ്മള് ഒരുപാട് നമ്മുടെ മലയാളത്തിന്റെ പറഞ്ഞ് എടുത്ത് വെക്കാൻ ഒരു പടം വരികയാണ്. ഇവരെയും സിംഹാസനത്തെ മുമ്പാകെ മുട്ടുകുത്തിക്കും. ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭൂതവും വിശ്വാസവും ഉണ്ടെന്നൊക്കെ ചുമ്മാ പറയുന്ന ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇത്രയും പേരില്ലേ? അന്ന് ആകാശവും ഭൂമിയും ചാരുമായി കിടക്കും. അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവോ? ഉണ്ടാവോ? ഗോവിന്ദൻകുട്ടി പറഞ്ഞതിലും കാര്യമുണ്ട് സാറേ. ആരാ കണ്ണുനീരും ഭയം മൂർന്ന ആ ദിവസം മരിച്ചവരെല്ലാം ഉണർത്തപ്പെടുന്നു. മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇത്രയൊക്കെയായിട്ടും പുച്ഛം അല്ലേ? കഥാദാരിദ്ര്യമുള്ള ഈ കാലത്ത് കഥാപ്രാധാന്യമുള്ള ഒരു സിനിമ വരുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യല്ലേ വേണ്ടത്? ഉടുതുണി കഴിച്ചു ബാക്കി എല്ലാം പറ്റും. ഞാൻ രക്ഷപ്പെടും. സൂപ്പർ ഹിറ്റ് സാർ. എനിക്കെന്തോ വല്ലാത്ത പ്രതീക്ഷ തോന്നുന്നു. എന്നിട്ടാ തോന്നലിപ്പോ ശരിയായില്ലേ? സംഭവം കാലക്കുണ്ട് സാറേ, നിങ്ങൾ മരണമാസാട്ടോ. ഈ അനുരാഗ കുരുക്ഷേത്ര യുദ്ധത്തിൽ ചാൾസ് എന്ന അർജുനൻ ഈ ശ്രേഷ്ഠനുണ്ടെങ്കിൽ വിജയിച്ചിരിക്കും. വിടതരൂ പിതാമഹ. ആയുഷ്മാൻ ഭവ.